മെഡിസിൻ അറ്റ് ഇന്ത്യ വിഷൻ തുടരുന്നു. മുഖസൗന്ദര്യവും ദന്തചികിത്സയും എന്ന വിഷയത്തിലാണ് ഡോക്ടർ തോമസ് കെ പൗലോസ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഈ എൻസ്കോപ്പ് എന്നുള്ളൊരു പുതിയ രീതി, ഈ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ തള്ളിയ പല്ലുകൾക്ക് പിന്നിലോട്ടാക്കാൻ മാത്രമുള്ളൊരു ചികിത്സാ രീതിയാണോ, അല്ല ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പ്രശ്നങ്ങളുണ്ടല്ലോ പല്ലിന്റെ സൗന്ദര്യത്തെ ബാധിക്കുന്നത്, പല്ലുകളുടെ ആംഗിളുകൾ മാറി നിൽക്കുന്നത്, വിടവ് കൂടുന്നത്, ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം മറ്റ് ചികിത്സാ രീതികളാണോ നിലവിലുള്ളത്? അല്ല, എൻസ്കോപ്പ് വഴിയും ചെയ്യാം. മറ്റ് ചികിത്സാ രീതികൾ ഇല്ല എന്ന് ഞാൻ ഒരു കാലത്തും പറയില്ല. കാരണം ഞങ്ങൾ എല്ലാവരും കൺവെൻഷണൽ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതിന് ഇതെല്ലാം പല്ല് കമ്പി ഇട്ടോ അല്ലെങ്കിൽ പല്ലിന്റെ വിടവുണ്ടെങ്കിൽ അതിന് നമ്മൾ കോമ്പോസിറ്റ് മെറ്റൽ വെച്ച് അടച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നില്ലെന്നല്ല. പക്ഷെ ഈ ട്രീറ്റ്മെന്റ് വഴി വരുമ്പോൾ ഇപ്പൊ ഒരു വിടവുണ്ടെന്ന് വെച്ചോ, രണ്ട് പല്ലിന്റെ ഇടയ്ക്ക് വിടവുണ്ടെങ്കിൽ ആ രണ്ട് പല്ലിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വേറൊരു പല്ല് വയ്ക്കുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പലരും ഒരു ഊരി വയ്ക്കാവുന്ന പല്ലോ അല്ലെങ്കിൽ ഉറപ്പായിട്ട് വയ്ക്കുന്ന ഒരു പല്ല് നടുക്ക് വയ്ക്കും. അപ്പോൾ ഈ മിക്കവാറും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ പല്ലുകളുടെ ഇടയിലായിരിക്കും, രണ്ട് പല്ലുകളുടെ ഇടയിലായിരിക്കും വിടവ്. ആ വിടവിന്റെ ഇടയ്ക്ക് സ്ഥലം ഉണ്ടാവാത്ത കാരണം അവിടെ ഒരു പല്ല് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ശിവന്റെ കണ്ണ് പോലെ നടുക്കൊരു പല്ലായിരിക്കും. ആ പല്ലുകൾ അങ്ങനെ ഒരു പല്ല് വന്നു കഴിയുമ്പോൾ തന്നെ അതിന് മുഖസൗന്ദര്യം കൂടുമോന്ന് ചോദിച്ചാൽ കൂടുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഈ പല്ലുകളുടെ വിടവ് അടിക്കുന്നതോടൊപ്പം തന്നെ പല്ലുകളുടെ സൈസ് കുറയുകയല്ലാതെ കൂട്ടാതെ നമ്മൾ ശ്രമിക്കുന്നതാണ്. ഇപ്പൊ ഒരു വിടവടയ്ക്കാൻ വേണ്ടി നമ്മൾ രണ്ട് പല്ലും വലുതാക്കി കഴിഞ്ഞാൽ വലിയ രണ്ട് പലകപ്പല്ലായിരിക്കും. ആ പ്രോബ്ലം ഒഴിവാക്കിക്കൊണ്ട് പല്ലുകളുടെ സൈസ് കുറച്ചുകൊണ്ട് തന്നെ ഈ വിടവടയ്ക്കാമെന്നുള്ളതാണ് എൻസ്കോപ്പിന്റെ ഗുണം. അതുപോലെ തന്നെ മോണ പൊങ്ങിയ കേസുകളിൽ എൻസ്കോപ്പ് ഉപയോഗിക്കാവുന്നതിന് പരിമിതിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മോണ താഴ്ത്താൻ പറ്റില്ല. അപ്പോ അതിനെ അറിയാതിരിക്കാൻ പാകത്തിന്, ഇപ്പൊ മോണ കാണാതിരുന്നാൽ പോരെ, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യാം. അതിനൊരു പീരിയോഡോണ്ടിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി ആ ട്രീറ്റ്മെന്റും കൂടെ ഇതിനൊപ്പം ചെയ്ത് തീർത്താൽ മോണ കാണുന്നത് കുറയ്ക്കാം. മോണയുടെ വിസിബിലിറ്റി വളരെയധികം കുറയ്ക്കാം. തൃശ്ശൂരിൽ നിന്നും കൃഷ്ണൻ ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. കൃഷ്ണൻ, ഹലോ. കൃഷ്ണൻ, ഹലോ. ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുകയാണ്. ഡോക്ടർ, മറ്റൊരു സംശയം, ഇത് എൻസ്കോപ്പ് വഴി നമ്മൾ പല്ലിന്റെ സൗന്ദര്യം പൂർണ്ണമായി വീണ്ടെടുക്കുക എന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് നമ്മൾ ചിരിക്കുമ്പോൾ ആളുടെ മുൻവശത്തെ പല്ലുകൾ മാത്രമേ കാണുന്നുള്ളൂ. പല്ലുകളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം മുഴുവൻ പല്ലുകൾക്കും ബാധകമാണോ? എൻസ്കോപ്പിംഗ് എന്നുള്ളത് നമ്മൾ വിസിബിൾ ആയിട്ടുള്ള ഏരിയയിലുള്ള പല്ലുകൾക്ക് മാത്രമാണോ, അല്ല മൊത്തം നമ്മുടെ പല്ലുകൾക്കും ഈ ഒരു ചികിത്സ നടത്താറുണ്ട്? ശരിയാണ്. നമ്മൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ മുൻവശത്തെ പല്ലുകൾക്കാണ് മുഖസൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലരുടെയും പുറകിലത്തെ പല്ലുകളെ പൂർണ്ണമായി നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കാണാറുണ്ട്. ആ പ്രവണത ശരിയല്ല. കാരണം നമ്മളുടെ പലപ്പോഴും ഉണ്ടാകുന്ന ഈ പല്ലുകൾ പൊങ്ങിയതായിട്ട് കാണുന്നവരിൽ, പ്രത്യേകിച്ച് പ്രായമായിട്ട് കാണുന്നത് പല്ല് പൊങ്ങി കാണുന്നതോ അല്ലെങ്കിൽ പല്ലിന്റെ ഇടയ്ക്ക് വിടവ് വരുന്നതിന്റെ മൂല കാരണം പുറകിലത്തെ പല്ലുകൾ നഷ്ടമാകുന്നതാണ്. പുറകിലത്തെ പല്ലുകൾ നഷ്ടമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കടിക്കുമ്പോൾ കടി അവിടെ കൊണ്ട് തീരില്ല, നമ്മൾ അടഞ്ഞു പോകും. കടി അവിടെ കൊണ്ടു നിന്നാലല്ലേ ഫ്രണ്ടിലത്തെ പല്ല് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതിനകത്ത് കൊണ്ടുവന്ന് കടി ഓരോ പ്രാവശ്യം കൊള്ളിക്കുമ്പോഴത്തേക്കും ആ പല്ലുകൾ പൊങ്ങി വരാനും വിടവ് വരാനും ഉള്ള സാധ്യതയുണ്ട്. അതിന് സഹായിക്കുന്ന കാര്യമാണ് ഈ പുറകിലത്തെ പല്ലുകളെല്ലാം നഷ്ടപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് പുറകിലത്തെ ഒരു പല്ല് പോലും നഷ്ടപ്പെടരുത് എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻസ്കോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചെക്കപ്പ് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ പുറകിലത്തെ എല്ലാ പല്ലും പോയിട്ട് ഈ പല്ലുകൾ അങ്ങനെ നിൽക്കണമെന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചവച്ചുകൊണ്ടിരുന്നാൽ ഇപ്പൊ ഒരു പല്ല് നമ്മളുടെ നഷ്ടപ്പെടുകയാണെന്ന് വെച്ചു, ഒരു പല്ല് നഷ്ടപ്പെടുമ്പോൾ തന്നെ നമ്മൾ ആ വശം ഉപയോഗിക്കാതെ ആ വശത്ത് നമ്മൾ അധികം ചവയ്ക്കാൻ, കാരണം നമ്മളുടെ ബോഡിക്ക് തന്നെ അറിയാം അവിടെ ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ചവയ്ക്കാൻ പറ്റില്ല. അന്നേരം മറ്റു വശങ്ങളിലേക്ക് നമ്മൾ ചവയ്ക്കുന്നത് കൂടും. അപ്പൊ രണ്ട് പ്രോബ്ലമാണ്. ഈ വശം നമ്മൾ ചവയ്ക്കാതിരിക്കുമ്പോൾ ഇവിടുത്തെ ആ വശത്തെ നമ്മളുടെ ഭക്ഷണം ചവയ്ക്കുന്നത് കുറയുന്നതുകൊണ്ട് ആ വശങ്ങൾ ഉപയോഗിക്കാതിരുന്നുകൊണ്ട് ചീത്തയാകും. മറ്റേ വശം ഉപയോഗിക്കുന്നത് കൂടുതലായതുകൊണ്ട്. ഇപ്പൊ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലെ 32 പേരുള്ള കമ്പനിയിൽ ചിലരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അതേ പണിയെല്ലാം കൊടുക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ പണി എടുക്കാത്ത വശം അവർ പണിയെടുക്കാതെ നശിച്ചു പോകും, പണിയെടുക്കുന്ന വശം പണിയെടുത്തെടുത്ത് നശിച്ചു പോകും. അതുകൊണ്ട് ഒരു പല്ല് പോലും നഷ്ടപ്പെടുത്തരുത്. ഒരു പല്ല് നഷ്ടമായാൽ ആ പല്ല്, ഇപ്പോൾ നമ്മൾക്ക് വളരെയധികം ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പല്ലിന് വേദന വന്നാൽ പോലും അത് പറിച്ചു കളയേണ്ട ആവശ്യമില്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വഴി ശരിയാക്കി എടുക്കാം.
അപ്പോ സമയം പണ്ടെല്ലാം അതെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു 5 ദിവസം ഇങ്ങനെ നടന്നാൽ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കിട്ടാൻ പറ്റുള്ളൂ. പല്ല് പറഞ്ഞു പോയാൽ തന്നെ അത് വെക്കണേന് ആകെക്കൂടി 2 പ്രാവശ്യം വന്നാൽ മതി. അപ്പൊ സമയത്തെ നമുക്ക് പഴി ചാരിക്കൊണ്ട് ഒരിക്കലും ഡോക്ടർ പറയുന്നത് ഈവൻ റൂട്ട് കനാൽ ആവശ്യം വരികയാണെങ്കിൽ അതടക്കമുള്ള ട്രീറ്റ്മെന്റ് ഒരാഴ്ച സമയമാണ് പറയുന്നത്. ഒരാഴ്ച സമയം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആകെക്കൂടി ഒരു പ്രാവശ്യം അതടക്കം നമുക്ക്